students, welcome to our chemistry class. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ആണ് ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ. അപ്പൊ എന്താ മാറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മുടെ ചുറ്റും സറൗണ്ടിങ്സിൽ ഒരുപാട് മാറ്റർ ഉണ്ട്, പദാർത്ഥങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആ പദാർത്ഥത്തിലെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ്, ബേസിക് ആയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മാറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യൂബ് ഓഫ് ഷുഗർ എടുക്കാം. അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം സംഭവങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം, നമുക്ക് ചുറ്റിലുള്ള മാറ്റേഴ്സ് എല്ലാം അല്ലെങ്കിൽ സബ്സ്റ്റൻസസ് എല്ലാം പല സ്റ്റേറ്റിൽ, പല ഡിഫറെന്റ് സ്റ്റേറ്റിൽ, അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചു സോളിഡ്, അതുപോലെ തന്നെ ലിക്വിഡ്, അതുപോലെ ഗ്യാസ് അല്ലെ. ഈ മൂന്ന് സ്റ്റേറ്റില് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് നമ്മുടെ ചുറ്റിലും കാണുന്ന എല്ലാ മാറ്ററും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ എക്സിസ്റ്റ് ചെയ്യുന്ന ഇവയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പ്യൂർ സബ്സ്റ്റൻസസും അതുപോലെ തന്നെ മിക്സ്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടു അല്ലെ. അതുപോലെ നിങ്ങൾ കണ്ടു ഏറ്റവും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് ഫോമിലാണ്, മിക്സ്ചർ ഫോമിലാണെന്നുള്ളത് കണ്ടു. ഇനി നിങ്ങൾ പഠിച്ച പ്യൂർ ആൻഡ് മിക്സ്ചേഴ്സിൽ കുറച്ച് എക്സാമ്പിൾസ് പറയൂ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? പ്യൂർ നമ്മൾ പറഞ്ഞത് ഗോൾഡ്, പിന്നെയോ സിൽവർ പറയാം നമുക്ക്, അതുപോലെ ഗോൾഡ് AU ആൻഡ് AG, അതായത് സിൽവറും ഗോൾഡും പറയാം അല്ലെ. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിരുന്നു. അതുപോലെ വാട്ടർ ഒരു പ്യൂർ സബ്സ്റ്റൻസ് ആണ് അല്ലെ. ഇനി മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു വാട്ടർ പ്ലസ് ഷുഗർ, ഷുഗർ സൊല്യൂഷൻ അല്ലെ. വാട്ടറും ഷുഗറും ചേർത്തിട്ടുള്ള പഞ്ചസാര വെള്ളം ഒരു മിക്സ്ചർ ആണ്. അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ, സോൾട്ട് സൊല്യൂഷൻ ഒരു മിക്സ്ചർ ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ സെപ്പറേഷൻ, മെത്തേഡ് ഓഫ് സെപ്പറേഷനിൽ പഠിച്ചിരുന്ന ഫസ്റ്റിലെ കാര്യമാണ് പ്യൂർ സബ്സ്റ്റൻസസും മിക്സ്ചേഴ്സും. ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റിലെ ആ ഒരു ഫിഗർ നോക്കൂ. അതിൽ എന്തെല്ലാം കാണുന്നുണ്ട്? കോപ്പർ, കാർബൺ, അയൺ ഓർ, സൾഫർ, അതുപോലെ സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, വാട്ടർ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒക്കെ കാണുന്നുണ്ട് അല്ലെ. അതായത് പ്യൂർ സബ്സ്റ്റൻസസ് ഉണ്ട്, മിക്സ്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും പ്യൂർ ആയിട്ട് വരുന്നത്? കോപ്പർ ഒരു പ്യൂർ ആയിരിക്കും, കാർബൺ പ്യൂർ ആയിരിക്കും, അതുപോലെ തന്നെ അയൺ ഓർ എന്ന് പറയുന്നത് പ്യൂർ ആയിരിക്കും. ഇനി മിക്സ്ചർ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം അല്ലെ കണ്ടെത്താൻ. ഏതായിരിക്കും മിക്സ്ചർ? ഒന്നിലധികം കോമ്പണൻസ് ഒക്കെ കൂടി ചേർന്നത് ഏതൊക്കെയാ അതിലുള്ളത്? ഷുഗർ പ്ലസ് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ കാണിക്കുന്നത്. പിന്നെയോ സാൾട്ട് പ്ലസ് വാട്ടർ, സാൾട്ട് സൊല്യൂഷൻ, കോപ്പർ പ്ലസ് സൾഫേറ്റ് സൊല്യൂഷൻ അല്ലെ. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. അതൊക്കെ എന്താണ്? രണ്ട് സബ്സ്റ്റൻസസ് കൂടി ചേർന്നിട്ടുള്ള മിക്സ്ചേഴ്സ് ആണെന്ന് പറയാം. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി, ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടിവിറ്റി, ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി പറയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു ക്യൂബ് ഓഫ് ഷുഗർ അല്ലെ, പഞ്ചസാരയിൽ ഒരുപാട് ക്യൂബ്സ് ഉണ്ടാവും അല്ലെ. അതിലൊരു ക്യൂബിന് എടുത്തിട്ട് നമ്മൾ ഇതിനെ ബ്രേക്ക് ചെയ്യാണ്, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ്, പൊട്ടിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യാണ്, അതിൽ ആ ചെറിയ പീസിനെ, ഇപ്പൊ രണ്ട് ചെറിയ പീസുകൾ കിട്ടും അല്ലെ, ഇതിലെ ചെറിയ പീസിനെ വീണ്ടും നമ്മൾ മുറിക്കുകയാണ്. വീണ്ടും മുറിച്ചിട്ട് അതിനെന്ത് ചെയ്യാണ്, ഇപ്പൊ രണ്ട് പീസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലെ, ഇതിലൊരു പീസിന് വീണ്ടും മുറിക്കുകയാണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഏറ്റവും ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു പൊടി പോലെയുള്ള പാർട്ടിക്കിൾ ആക്കി എടുക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. ചെറിയൊരു ഏറ്റവും സ്മോളസ്റ്റ് മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിട്ട് അതിനെ എടുക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇതുപോലെ എല്ലാ പ്യൂർ സബ്സ്റ്റൻസസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിന്റെ ഏറ്റവും ചെറിയ ഘടകം, ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്താന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇപ്പോ നമ്മൾ പറഞ്ഞു പഞ്ചസാര ഒരു പ്യൂർ സബ്സ്റ്റൻസ് ആണ് അല്ലെ. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റവും ചെറുതാക്കാൻ കഴിയും നമുക്ക് എന്നുള്ളത് കണ്ടു. ഇതേ പഞ്ചസാരയെ നമ്മൾ ഒരു വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാല്, വാട്ടറിൽ കലക്കി കഴിഞ്ഞാൽ അതിലുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല അല്ലെ. അത് അത്രയും അതിൽ ഡിസോൾവ് ആയിട്ട് പോയിട്ടുണ്ട്, ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അതിൽ ഡിസോൾവ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ആക്ടിവിറ്റി കൂടെ, അതായത് ക്യാംഫർ നമ്മൾ എന്താണെന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാംഫറിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സബ്ലിമേഷൻ, ഒക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്യാംഫറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചൈന ഡിഷിൽ എടുത്തിട്ട് ഹീറ്റ് ചെയ്യാണ്. ഇതിനെന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്തുണ്ടാവും, ലിക്വിഡിലേക്ക് മാറാതെ വേപ്പർ ആയിട്ട് മാറും അല്ലെ. ക്യാംഫർ കർപ്പൂരാണ്, കർപ്പൂരം കത്തിച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്. ഓക്കെ, അപ്പൊ ഇത് കത്തിച്ചു കഴിഞ്ഞാല് ഇതിലുള്ള ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ള ക്യാംഫർ ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്താവും, അത് ഹീറ്റ് ചെയ്ത് കാണാണ്ടെയാവും അല്ലെ. പക്ഷേ നമുക്ക് അപ്പോഴും എന്ത് ചെയ്യാൻ കഴിയും, ചൈന ഡിഷിൽ സംഭവം ഇല്ലെങ്കിലും എല്ലാം പോയെങ്കിലും
നമുക്ക് എന്ത് ചെയ്യും, അപ്പോഴും അതിന് സ്മെല്ല് കിട്ടുന്നുണ്ട് അല്ലെ, ക്യാംഫറിന്റെ സ്മെല്ല് അപ്പോഴും കിട്ടുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, ഇതിലുണ്ടായിരുന്ന ക്യാംഫർ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്തു, എയറിൽ ഡിസോൾവ്ഡ് ആയി അല്ലെ. എയറിൽ ഡിസോൾവ്ഡ് ആയത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്, അതിന് നല്ലൊരു സ്മെല്ല് അപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവയ്ക്കെല്ലാം എന്തുണ്ട്, ഇവയ്ക്കെല്ലാം ഈ കാണുന്നതിനേക്കാളും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കാൻ കഴിയുന്നതല്ലേ നമ്മൾ ഒരു വാച്ച് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇവാപറേറ്റ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. നമ്മളൊരു 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താവും, ആ 1 ലിറ്റർ വറ്റി തീർന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിലൊക്കെ പറയുന്നത് അതൊക്കെ എന്തായി, അപ്പോ വാട്ടർ എന്ത് ചെയ്തു, എയറിലേക്ക് അതിന്റെ ചെറിയ ചെറിയ കണങ്ങളായിട്ട് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇത് ഡിസോൾവ് ആയി പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റില് ഫിഗർ 5.1 കണ്ടിട്ട് തന്നിട്ടുണ്ട്, ഹീറ്റിംഗ് ഓഫ് ഷുഗർ. ഷുഗർ എന്ത് ചെയ്യണം, നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അവിടെ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മളൊരു ടെസ്റ്റ് ട്യൂബില് ഷുഗർ എടുത്തിട്ട് അതിനെന്ത് ചെയ്യാണ്, ടെസ്റ്റ് ട്യൂബിൽ ഷുഗർ എടുത്തതിന് ശേഷം അതിനൊരു കോട്ടൺ പഞ്ഞി വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. ഇതിൽ ഷുഗർ ഗ്രാനുൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് ഡാർക്ക് കളറായിട്ട് മാറില്ലേ. ഫസ്റ്റ് ഒരു ബ്രൗൺ കളറായിട്ട്, നിങ്ങൾ പഞ്ചസാര ഒരുക്കി നോക്കിയാൽ കാണാം, നമുക്കൊരു ബ്രൗൺ കളറായിട്ട് കാണാം. അപ്പോ ഇതിന്റെ നമ്മളിവിടെ മൂടിയിട്ടുണ്ടല്ലേ, ഇതിന്റെ കോട്ടൺ പഞ്ഞി വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായി, ഇത് വാപ്പറായിട്ട് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ എന്താവും അത്, ഇവിടെ കുറെ ഇതിന്റെ സൈഡിലൊക്കെ, ഈ ട്യൂബിന്റെ സൈഡിലൊക്കെ എന്തുണ്ടാവും, വാട്ടർ മോളിക്യൂൾസ്, വെള്ളം പോലെ ഒരു വേപ്പർ ഇങ്ങനെ അവിടെ പറ്റി പിടിച്ചിട്ടിരിക്കുന്നുണ്ടാവും. ഇതിന് താഴെയോ അത് കുറെ കഴിയുമ്പോ കരിഞ്ഞ് ഇവിടെ എന്താവും, കരി പോലെ, ഒരു കരിക്കട്ട പോലെ ഇത് പഞ്ചസാര അവിടെ ഒട്ടിപ്പിടിച്ച് വെക്കും. അപ്പൊ നമുക്ക് 2 കാര്യങ്ങളാണ് കിട്ടിയത്. ഇവിടെ വാട്ടർ വേപ്പർ അല്ലെ, വെള്ളത്തിന്റെ വേപ്പറും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കരി പോലെയുള്ള ഒരു കറുത്ത ഒരു വസ്തുവും കിട്ടി, ഒരു സബ്സ്റ്റൻസും കിട്ടി. അപ്പൊ ഇതിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം, പഞ്ചസാരയില്, അതായത് ഷുഗർ എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പ്യൂർ സബ്സ്റ്റൻസ് ആയിരുന്നു അല്ലെ ഷുഗർ. ആ ഷുഗറിൽ വീണ്ടും എന്തുണ്ട്, 2 കോമ്പണൻസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഏതൊക്കെയായിരുന്നു, വാട്ടറും അതുപോലെ തന്നെ കാർബൺ അല്ലെ, കരിനെ നമ്മൾ കാർബൺ എന്നാ പറയാം. ഈ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഷുഗർ വളരെ പ്യുവർ ആണെന്നാ വിചാരിച്ചിരുന്നത് അല്ലെ. പക്ഷെ അതിലും എന്തുണ്ട്, 2 കോമ്പണന്റ് ആയി. അതിനെ വീണ്ടും പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ഷുഗർ എന്നുള്ള പ്യുവർ സബ്സ്റ്റൻസിൽ ഉണ്ടായിരുന്ന 2 കോമ്പണന്റ്സ് ആണ് ഏതൊക്കെ, വാട്ടറും കാർബണും അല്ലെ. അപ്പോ ഈ ഒരു എക്സ്പെരിമെന്റിന് നമുക്കൊരു കാര്യം മനസ്സിലായി, എന്താണ്, പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡില് 2 സയന്റിസ്റ്റിനെ തന്നിട്ടുണ്ട്, സർ ഹംഫ്രി ഡേവിയും അതുപോലെ തന്നെ ഹെൻറി കാവൻഡിഷും. അവര് ചെയ്തത് എന്താ നോക്കാം. ഓക്കെ, അപ്പോ സർ ഹംഫ്രി ഡേവി 1806 സർ ഹംഫ്രി ഡേവി എന്ത് ചെയ്തു, അദ്ദേഹം വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഓക്കെ, വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോ അത് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. നമുക്ക് വാട്ടറിന്റെ, അതായത് വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുലയാണ് നമ്മൾ കെമിസ്ട്രിയിൽ എഴുതുന്ന, അതിന്റെ നെയിം എന്ന് രാസസൂത്രം എന്ന് പറയുന്നത് H2O ആണ്. വാട്ടറിനെ നമ്മള് കെമിക്കൽ ഫോർമുലയായിട്ട് H2O എന്ന് എഴുതുക. അപ്പൊ അദ്ദേഹം ഇതിലൂടെ, ഈ സർ ഹംഫ്രി ഡേവി എന്നുള്ള സയന്റിസ്റ്റ് H2Oയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നോക്കി. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ അത് എന്തായി, 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തത്, അതായത് ഹൈഡ്രജനും അതുപോലെ ഓക്സിജനുമായിട്ട് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്തത്. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോ അത് എന്ത് ചെയ്തു, മറ്റൊരു സയന്റിസ്റ്റ്, ഹെൻറി കാവൻഡിഷ് എന്നുള്ള ഒരു സയന്റിസ്റ്റ് നടത്തിയ മറ്റൊരു എക്സ്പെരിമെന്റിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് സർ ഹംഫ്രി ഡേവിക്ക് മനസ്സിലായത്. ഹെൻറി കാവൻഡിഷ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം എന്ത് ചെയ്തു, ഹൈഡ്രജനെ സ്പ്ലിറ്റ് ചെയ്തിട്ട്, ഹൈഡ്രജൻ ബേൺ ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ഓക്സിജൻ കിട്ടും. ഹൈഡ്രജൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ കിട്ടും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വാട്ടർ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മുമ്പ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലായി, ഇപ്പൊ ഷുഗർ എന്നുള്ള ഒരു പ്യൂർ സബ്സ്റ്റൻസസ് എടുത്തപ്പോ അതിൽ എന്തെല്ലാം കോമ്പോണന്റ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിന് ഹൈഡ്രജൻ, അതുപോലെ തന്നെ കാർബൺ, ഓക്സിജൻ, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് അവിടെ കിട്ടിയത് അല്ലെ. ഓക്സിജനും ഹൈഡ്രജനും കാർബണും അതിലുണ്ടെന്ന് മനസ്സിലായ കാരണം അവിടെ എന്തുണ്ടായിരുന്നു, ആ ട്യൂബിന്റെ സൈഡിൽ നമുക്ക് വെള്ളത്തിന്റെ തുള്ളികൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, വാട്ടർ വേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതായത് H2O കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോ അതിലുള്ളതാണ് ഹൈഡ്രജനും അല്ലെ, അതുപോലെ ഓക്സിജനും. അപ്പൊ 3 കാര്യങ്ങൾ അവിടെ കിട്ടി. ഏതൊക്കെയാണ്? ഹൈഡ്രജനും കാർബണും ഓക്സിജനും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഹൈഡ്രജനും കാർബണും ഓക്സിജനും അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഫസ്റ്റിലത് എന്താണ്? വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ കോമ്പണന്റ്. ഈ ചില പ്യൂർ സബ്സ്റ്റൻസിന് നമുക്ക് എന്താക്കാൻ കഴിയില്ല? കെമിക്കൽ റിയാക്ഷൻ വഴി രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല. അവയെയാണ് നമ്മൾ പറയുന്നത് എലമെന്റ്സ് എന്ന്. ഓക്കെ, ഇവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് വിച്ച് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ കോമ്പണന്റ്സ്. ഓക്കെ, വിച്ച് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ കോമ്പണന്റ്സ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട്സ്. ഓക്കെ, കോമ്പൗണ്ട്സ്. അപ്പോ പ്യൂർ സബ്സ്റ്റൻസിനെ നമുക്ക് 2 ആക്കി തരംതിരിക്കാം, അതായത് എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും. എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ കോമ്പണന്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അതിനാണ് നമ്മൾ which cannot be split into several components through chemical reactions. അതിനെയാണ് നമ്മൾ എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റോ which can be split into several components അല്ലെങ്കിൽ decomposed into several components through the chemical reaction. This is known as compounds. അപ്പോൾ എലിമെന്റ്സിനെയും കോമ്പൗണ്ട്സിനെയും നമ്മൾ കണ്ടു അല്ലെ. ഈ എലിമെന്റ്സിനെ കുറിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞേ, ഏതൊക്കെയായിരിക്കും? നമ്മള് ഷുഗർ എന്നുള്ള ഒരു പ്യൂർ സബ്സ്റ്റൻസസ് എടുത്തപ്പോൾ അതിന് കിട്ടിയത് ഏതൊക്കെയായിരുന്നു? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. ഇതിനെ ഇനിയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയോ? കെമിക്കൽ റിയാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയോ? അതായത് ഒരു രാസപ്രവർത്തനമൊക്കെ നടത്തിയിട്ട് അതിനെ വീണ്ടും നമുക്ക് ഹൈഡ്രജനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. കാർബണിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയോ? ഇല്ല. ഓക്സിജനെയോ? അതും പറ്റില്ല. അപ്പൊ ഇത്തരം എലമെന്റ്സ് ആണ്, ഇത്തരം കോമ്പണന്റ്സ് ആണ് നമ്മൾ എലമെന്റ്സിൽ വരിക. പ്യൂർ സബ്സ്റ്റൻസ് ആണ് എലമെന്റ്സിൽ വരിക. അതായത് നമുക്ക് എന്തൊക്കെ എഴുതാം? ഹൈഡ്രജൻ, പിന്നെയോ അപ്പൊ ടെക്സ്റ്റിന്റെ സൈഡിൽ അവിടെ ഉണ്ട്, അപ്പൊ അത് എഴുതി വെക്കുക. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. ഇവയ്ക്ക് എന്താണ്? പ്യൂർ സബ്സ്റ്റൻസസിൽ പെടുന്ന എലമെന്റ്സിൽ പെടുന്ന പ്യൂർ സബ്സ്റ്റൻസസ് ആണ്. ഇനിയോ കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞു രാസപ്രവർത്തനം വഴി കെമിക്കൽ റിയാക്ഷൻ വഴി നമുക്ക് വീണ്ടും ഡീകമ്പോസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആരായിരുന്നത്? ഷുഗർ അല്ലെ. ഷുഗർ ഒരു പ്യൂർ സബ്സ്റ്റൻസ് ആണ്, അതൊരു കോമ്പൗണ്ട് ആണെന്ന് പറയാം. ഇനിയോ വാട്ടർ അല്ലെ. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല നമ്മൾ പറഞ്ഞ H2O ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കിട്ടുന്നു. ഇനിയോ ഇതുപോലെ തന്നെ നമുക്ക് പറയാം ടാബിൾ സോൾട്ട് അല്ലെ. ടാബിൾ സോൾട്ട് അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടാബിൾ സോൾട്ട് പറയുമ്പോൾ NaCl ആണ്, അതായത് സോഡിയം ക്ലോറൈഡ് ആണ്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയവും ക്ലോറിനും കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നവയും സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയാത്തവയുണ്ട്. ഇവയെ നമ്മൾ എലമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും പറയുന്നത്. നോട്ടിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം പ്യൂർ സബ്സ്റ്റൻസ് എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക? അതിന് എലമെന്റ്സ് കോമ്പൗണ്ട്സ് രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ എലമെന്റ്സ് എന്താണെന്നുള്ളത് എഴുതുക. ഓക്കെ, ഇവിടെ കോമ്പൗണ്ട്സ് എന്താണെന്നുള്ളത് എഴുതുക. എലമെന്റ്സ് എന്തായിരുന്നു? the pure substance which cannot be further decomposed through the chemical process are called elements എന്ന് എഴുതുക. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് ചെയ്ത ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. നെക്സ്റ്റ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് എന്താണ്? കോമ്പൗണ്ട്സ് ആർ ദ പ്യൂർ സബ്സ്റ്റൻസസ് formed from 2 or more elements through the chemical combination, or it cannot be split into several components. എന്ന് എഴുതിയതിനു ശേഷം എക്സാമ്പിൾ ആയിട്ടുള്ള ഷുഗർ, സോൾട്ട്, വാട്ടർ അത് എഴുതി വെക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത്രയും നോട്ട്സ് എഴുതാണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് എലമെന്റ്സിനെയും കോമ്പൗണ്ട്സിനെയും കുറിച്ചിട്ടാണ് അല്ലെ. എലമെന്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എന്ത് ചെയ്യാം? നിങ്ങൾ ചാപ്റ്ററിന്റെ പേര് എഴുതുക, എലമെന്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണെന്ന് എഴുതുക. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എന്ത് ചെയ്യുക? അത് എഴുതുക. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്യൂർ സബ്സ്റ്റൻസസ് ഉണ്ട്, നമ്മൾ കാണപ്പെടുന്ന നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് മാറ്റർ ഉണ്ട്. ആ മാറ്റർ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? മിക്സ്ചേഴ്സ് എന്നും പ്യൂർ സബ്സ്റ്റൻസസ് എന്നും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു കോളത്തിൽ പ്യൂർ സബ്സ്റ്റൻസസ് എന്തൊക്കെയാണെന്നും മിക്സ്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാം. ഓക്കെ, പ്യൂർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും എന്തൊക്കെയാണെന്ന് എഴുതിയതിനു ശേഷം നമുക്ക് എന്ത് എഴുതാം? പ്യൂർ സബ്സ്റ്റൻസസിനെ വീണ്ടും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് എഴുതിയിട്ട് അത് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. താങ്ക് യു.